നമസ്കാരം. പൊളിറ്റിക്കൽ തിയറി, അതായത് രാഷ്ട്രതന്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 3 സമത്വം അഥവാ ഈക്വാലിറ്റി. ഇത് നമ്മുടെയെല്ലാം ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന ഒരു വിഷയമാണ്. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണല്ലേ? സമത്വം വേണമെന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കും. പക്ഷെ നമ്മുടെ ചുറ്റുമൊന്ന് നോക്കിയാലോ, എവിടെയും കാണുന്നത് അസമത്വമാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ അസമത്വം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കണക്ക് കേട്ടാൽ മതി. ലോകത്തിലെ ഏറ്റവും വലിയ 50 കോടീശ്വരന്മാരുടെ കയ്യിലുള്ള സമ്പത്ത് ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട 40 കോടി ജനങ്ങളുടെ എല്ലാം മൊത്തം സമ്പത്തിനേക്കാൾ കൂടുതലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, വെറും 50 പേർ ഒരു വശത്ത്, 40 കോടി ജനങ്ങൾ മറുവശത്ത്. ഇത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ലോകത്തിലെ വരുമാനം എങ്ങനെയാണ് പങ്കുവച്ചിരിക്കുന്നതെന്ന് ഇതിൽ വളരെ വ്യക്തമായി കാണാം. ഏറ്റവും പണക്കാരായ 10% ആളുകൾ ലോകത്തിലെ 54% വരുമാനവും നിയന്ത്രിക്കുന്നു. അപ്പൊ ഏറ്റവും പാവപ്പെട്ട 40% ആളുകൾക്കോ? അവർക്ക് കിട്ടുന്നത് വെറും 5% മാത്രം. എന്തൊരു വലിയ വ്യത്യാസമാണല്ലേ? ശരി, അപ്പോ ഈയൊരു വലിയ പ്രശ്നം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കാം. ഈയൊരു വിശദീകരണത്തില് നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായ ഓർഡറിൽ പഠിക്കും. ആദ്യം എന്താണ് യഥാർത്ഥ സമത്വം എന്ന് നോക്കും. പിന്നെ അതിന്റെ പല തലങ്ങളെക്കുറിച്ച് പഠിക്കും. അവസാനം സംവരണം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഇത് കഴിയുന്നതോടെ ഉറപ്പാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് ഈസിയായി ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ശരിക്കും ഈ സമത്വം എന്ന് പറഞ്ഞാൽ? പലരും വിചാരിക്കുന്നത് പോലെ എല്ലാവരും ഒരേപോലെ ഇരിക്കുക, ഒരേ കഴിവുകളുണ്ടാവുക എന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് ഒരാളുടെ നിറം, ജാതി, മതം, കഴിവ് ഇതൊന്നും നോക്കാതെ എല്ലാ മനുഷ്യർക്കും ഒരേ വിലയും ബഹുമാനവും കിട്ടണം. അതാണിതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം. നമുക്കീ അസമത്വങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നാച്ചുറൽ ഇൻഈക്വാലിറ്റീസ്, അതായത് സ്വാഭാവികമായ അസമത്വങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന്, ചിലർക്ക് ജന്മനാ നല്ല ഉയരം കാണും, ചിലർക്ക് നല്ല പോലെ പാടാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ കഴിവുകളാണ്, സ്വാഭാവികമായ വ്യത്യാസങ്ങളാണ്. പക്ഷെ രണ്ടാമത്തത് അങ്ങനെയല്ല. അത് സോഷ്യൽ ഇൻഈക്വാലിറ്റീസ് ആണ്, സാമൂഹിക അസമത്വങ്ങൾ. ഇത് നമ്മൾ, അതായത് സമൂഹം ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക ജാതിയിലാണ് ജനിച്ചത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു കുട്ടിക്ക് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാതിരിക്കുന്നത്, അത് സമൂഹം ഉണ്ടാക്കുന്ന ഒരു വലിയ അനീതിയാണ്. അപ്പോ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ പറയുന്ന സ്വാഭാവിക വ്യത്യാസങ്ങൾ, അതായത് ശാരീരികമായ കഴിവുകളോ ലിംഗഭേദമോ ഒക്കെ എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുവോ? ഒരിക്കലും മാറ്റാൻ പറ്റില്ലേ? ഇല്ല അല്ലേ? കാരണം ഇപ്പോ നോക്കൂ, മെഡിക്കൽ സയൻസ് ഒരുപാട് പുരോഗമിച്ചു. ഭിന്നശേഷിയുള്ളവരെ സഹായിക്കാൻ ഒരുപാട് ടെക്നോളജിയുണ്ട്. അതുപോലെ സ്ത്രീകളെക്കുറിച്ചുള്ള നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ തന്നെ ഒരുപാട് മാറി. അപ്പോൾ ഈ സ്വാഭാവികം, സാമൂഹികം എന്നൊക്കെയുള്ള വേർതിരിവ് അത്രയ്ക്കങ്ങ് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഒരു സമൂഹത്തിൽ ശരിക്കുള്ള സമത്വം വരണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനെയാണ് സമത്വത്തിന്റെ 3 തലങ്ങൾ അഥവാ 3 ഡൈമെൻഷൻസ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, പിന്നെ സാമ്പത്തിക സമത്വം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി, അതായത് രാഷ്ട്രീയ സമത്വം. ഇത് വളരെ സിമ്പിളാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണ്. പ്രധാനമന്ത്രിയായാലും സാധാരണക്കാരനായ നമ്മളായാലും ഒരേ നിയമമാണ് ബാധകം. അതുപോലെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനും സ്വന്തം അഭിപ്രായം തുറന്നു പറയാനും ഇലക്ഷനിൽ നിൽക്കാനും അവകാശമുണ്ട്. ഇതെല്ലാം നമ്മുടെ ഭരണഘടന ഉറപ്പുതരുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തേതാണ് സോഷ്യൽ ഈക്വാലിറ്റി അഥവാ സാമൂഹിക സമത്വം. നിയമം മാത്രം തുല്യമായാൽ പോരല്ലോ, ജീവിതത്തിൽ മുന്നോട്ടു വരാൻ എല്ലാവർക്കും ഒരേ അവസരം കിട്ടണം. അതാണ് പ്രധാനം. അതായത് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്കും നല്ല സ്കൂളിൽ പഠിക്കാൻ കഴിയണം, അസുഖം വന്നാൽ നല്ല ഹോസ്പിറ്റലിൽ പോവാൻ കഴിയണം. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ആർക്കും അവസരങ്ങൾ നഷ്ടപ്പെടരുത്. അതാണ് സാമൂഹിക സമത്വം. മൂന്നാമത്തേത് ഇക്കണോമിക് ഈക്വാലിറ്റി അഥവാ സാമ്പത്തിക സമത്വം. ഇവിടെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. എല്ലാവർക്കും ഒരേ ശമ്പളം കൊടുക്കുന്ന പരിപാടിയല്ല ഇത്. അങ്ങനെയല്ല. മറിച്ച് പണക്കാരൻ വീണ്ടും വീണ്ടും പണക്കാരനും പാവപ്പെട്ടവൻ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പോകുന്ന ആ ഒരു വലിയ ഗ്യാപ്പ് കുറയ്ക്കുക. എല്ലാവർക്കും ചെയ്യുന്ന ജോലിക്ക് ന്യായമായ കൂലി കിട്ടണം, സ്വന്തം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ അവസരം കിട്ടണം. അതാണിതിന്റെ ലക്ഷ്യം. ഇതുവരെ നമ്മൾ സമത്വം എന്താണെന്നും അതിന്റെ പല തലങ്ങളും കണ്ടു. ഇനി ഈ സമത്വം എന്ന ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താം എന്നതിനെക്കുറിച്ച് പലതരം അഭിപ്രായങ്ങളുണ്ട്. ആ വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
പ്രധാനമായും 2 ചിന്താധാരകളാണ് ഇതിലുള്ളത്. ഒന്ന് ലിബറലിസം. അവർ പറയുന്നത് എല്ലാവർക്കും മത്സരിക്കാൻ തുല്യമായ അവസരം കൊടുക്കുക, ഒരു ഓട്ട മത്സരം പോലെ. സ്റ്റാർട്ടിംഗ് ലൈൻ എല്ലാവർക്കും ഒന്നായിരിക്കണം, എന്നിട്ട് കഴിവുള്ളവർ ജയിക്കട്ടെ. അതാണ് ഏറ്റവും ശരിയായ രീതിയെന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ മാർക്സിസം പറയുന്നത് അങ്ങനെയല്ല. ഈ മത്സരം തന്നെ ശരിയല്ല. കാരണം ചിലർക്ക് ഓടാൻ നല്ല സ്പോർട്സ് ഷൂ ഉണ്ട്, മറ്റു ചിലരുടെ കാലിൽ മുറിവുണ്ട്. അവർക്കെങ്ങനെ ഒരുമിച്ചോടാൻ പറ്റും? അതുകൊണ്ട് ഫാക്ടറികളും ഭൂമിയും പോലുള്ള പ്രധാനപ്പെട്ട വിഭവങ്ങളെല്ലാം ഗവൺമെന്റ് ഏറ്റെടുക്കണം, എന്നിട്ട് എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കണം എന്നാണ് മാർക്സിസം പറയുന്നത്. അപ്പോ സമത്വം കൊണ്ടുവരാൻ പൊതുവെ 2 വഴികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഫോർമൽ ഈക്വാലിറ്റി സ്ഥാപിക്കുക എന്നതാണ്. അതായത് നിയമപരമായി എല്ലാവരും തുല്യരാണെന്ന് പ്രഖ്യാപിക്കുക, ആർക്കും പ്രത്യേക അവകാശങ്ങളില്ല. രണ്ടാമത്തേത് കുറച്ചുകൂടി ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒന്നാണ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ്, അതായത് വ്യത്യസ്തമായ പരിഗണന നൽകുക. കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുമല്ലേ? പക്ഷേ ഇത് സമത്വം ഉറപ്പാക്കാനാണ്. അതായത് പിന്നോക്കം നിൽക്കുന്ന ചില ആളുകളെ മറ്റുള്ളവരുടെ ഒപ്പം എത്തിക്കാൻ വേണ്ടി അവർക്ക് ചില പ്രത്യേക പരിഗണനകൾ നൽകേണ്ടിവരും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഭിന്നശേഷിയുള്ള ഒരാൾക്ക് ബസ്സിലൊരു സീറ്റ് റിസർവ് ചെയ്യുന്നത് സമത്വത്തിന് എതിരല്ലേ? എല്ലാവർക്കും ഒരേ അവകാശമല്ലേ വേണ്ടത്? അല്ല. കാരണം അവിടെ നമ്മുടെ ലക്ഷ്യം എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യലല്ല, മറിച്ച് എല്ലാവർക്കും ഒരുപോലെ യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടാക്കലാണ്. അപ്പോ യഥാർത്ഥ സമത്വമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ അവസരം നൽകുക എന്നതാണ്. ഈ ആശയം നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്: സംവരണം അഥവാ അഫർമേറ്റീവ് ആക്ഷൻ. സമത്വം ഉറപ്പാക്കാനുള്ള ഈ നയം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചർച്ചകൾക്കും തർക്കങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ പരീക്ഷയ്ക്ക് ഈ ഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ എന്താണ് ഈ അഫർമേറ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ സംവരണം? ചരിത്രപരമായി ഒരുപാട് വിവേചനങ്ങൾ അനുഭവിച്ചതുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് പിന്നിലായി പോയ ചില വിഭാഗങ്ങളുണ്ടല്ലേ? അവരെ മറ്റുള്ളവരുടെ ഒപ്പം എത്തിക്കാൻ വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ചില പോസിറ്റീവ് നടപടികളാണിത്. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലുമൊക്കെ അവർക്ക് വേണ്ടി കുറച്ച് സീറ്റുകൾ മാറ്റിവെക്കുന്നത്. ഈ സംവരണ നയത്തിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങളുണ്ട്. അനുകൂലിക്കുന്നവർ പറയുന്നത് ഇത് ചരിത്രപരമായി സംഭവിച്ച ഒരു തെറ്റ് തിരുത്താനുള്ള മാർഗമാണെന്നാണ്. ഒരുപാട് കാലം അവസരങ്ങൾ കിട്ടാതിരുന്നവരെ കൈപിടിച്ചുയർത്താൻ ഇത് അത്യാവശ്യമാണ്. എന്നാൽ എതിർക്കുന്നവർ പറയുന്ന 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് യോഗ്യതയുള്ള മറ്റൊരാൾക്ക് അവസരം നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇതിനെ അവർ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുന്നു. 2, ഇത് വീണ്ടും ആളുകളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ കാണാൻ പ്രേരിപ്പിക്കുന്നു എന്നും അവർ വാദിക്കുന്നു. പരീക്ഷയ്ക്ക് ഉത്തരമെഴുതുമ്പോൾ ഈ 2 വാദങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റുകൾ ഒന്നും കൂടി വേഗത്തിൽ ഓർത്തെടുക്കാം. ഈ ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കണേ. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വാക്കുകളാണിത്. ഇതിന്റെയൊക്കെ അർത്ഥം ഓർത്തുവെക്കണം. ഒന്നാമത്തേത് ഫെമിനിസം, അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ വേണം എന്ന ആശയം. 2, പാട്രിയാർക്കി അഥവാ പുരുഷാധിപത്യം, പുരുഷന് കൂടുതൽ പ്രാധാന്യവും അധികാരവും നൽകുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ. 3, സോഷ്യലിസം, സമൂഹത്തിലെ സമ്പത്ത് എല്ലാവർക്കുമായി വീതിച്ചു നൽകണം എന്ന ആശയം. 4, ഫോമൽ ഇക്വാളിറ്റി, നിയമത്തിനു മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന തത്വം. സമത്വത്തിന്റെ ആ 3 തലങ്ങൾ നമുക്ക് ഈ ടേബിൾ നോക്കി ഒന്നുകൂടി ഉറപ്പിക്കാം. പൊളിറ്റിക്കൽ സമത്വം എന്നു പറഞ്ഞാൽ തുല്യ പൗരത്വവും അവകാശങ്ങളുമാണ്. ഉദാഹരണത്തിന് വോട്ടവകാശം. സോഷ്യൽ സമത്വം എന്നു പറഞ്ഞാൽ വളരാനുള്ള തുല്യ അവസരമാണ്. ഉദാഹരണം നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നത്. ഇക്കണോമിക് സമത്വം എന്നു പറഞ്ഞാൽ സാമ്പത്തിക അന്തരം കുറയ്ക്കുക. ഉദാഹരണത്തിന് മിനിമം കൂലി ഉറപ്പാക്കുന്നത്. പരീക്ഷയ്ക്കിനി ഒരാഴ്ചയേ അല്ലേ? ഒരു ടെൻഷനും വേണ്ട. ഈ ചാപ്റ്റർ എങ്ങനെ സിമ്പിളായി പഠിച്ചു തീർക്കാമെന്ന് ഞാനൊരു പ്ലാൻ പറഞ്ഞുതരാം. ഈ 7 ദിവസത്തെ പ്ലാൻ നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്താൽ മതി. ആദ്യത്തെ 2 ദിവസം ഈ വീഡിയോ ഒന്നുകൂടി കണ്ട് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു നോട്ട്ബുക്കിൽ എഴുതിവെക്കുക. അടുത്ത 2 ദിവസം ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിക്കുക. 5ഉം 6ഉം ദിവസം ചാപ്റ്ററിന്റെ പുറകിലുള്ള ചോദ്യങ്ങൾക്ക് സ്വന്തമായി ഉത്തരം എഴുതി നോക്കുക. അവസാന ദിവസം, അതായത് 7ാം ദിവസം, നിങ്ങൾ എഴുതിവെച്ച നോട്ടുകൾ മാത്രം ഒന്നുകൂടി വായിച്ച് റിവൈസ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. ഈ ചാപ്റ്റർ സെറ്റാണ്. അവസാനമായി ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക.
സമത്വമെന്ന് പറയുന്നത് എല്ലാ വ്യത്യാസങ്ങളെയും ഇല്ലാതാക്കലല്ല, മറിച്ച് നമ്മൾ എവിടെ ജനിച്ചു, നമ്മുടെ സാമൂഹിക സാഹചര്യം എന്താണ് എന്നതൊന്നും നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങളെ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒന്നായി മാറരുത് എന്ന് ഉറപ്പുവരുത്തലാണ്. എല്ലാവർക്കും അവരവരുടെ കഴിവിന്റെ പരമാവധിയിലേക്കെത്താൻ ഒരേപോലെ അവസരം കിട്ടണം. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. പരീക്ഷയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും.